മദർ ടു സൺ. അമ്മ മകനോട്. ഇതാണ് കവിതയുടെ ഹെഡിങ്. ഒരു അമ്മ മകന് നൽകുന്ന ഉപദേശങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. ആദ്യം രചയിതാവിനെ പരിചയപ്പെടാം. ജെയിംസ് മേഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് was an American poet, social activist, novelist, playwright and columnist from Joplin, Missouri. 1902 മുതൽ 1967 വരെ ജീവിച്ച ജെയിംസ് മേഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് അമേരിക്കക്കാരനായ കവിയും സാമൂഹിക പ്രവർത്തകനും നോവലിസ്റ്റും നാടകകൃത്തും പത്രങ്ങളിൽ പംക്തികൾ എഴുതുന്ന ആളും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് മിസോറിയിലുള്ള ജോപ്ലിൻ ആയിരുന്നു. ഹി ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്നോവേറ്റേഴ്സ് ഓഫ് ദ ലിറ്റററി ആർട്ട് ഫോം കോൾഡ് ജാസ് പോയട്രി. ജാസ് പോയട്രി എന്ന് വിളിക്കുന്ന സാഹിത്യ കലാരൂപത്തിൻ്റെ ആദ്യകാലത്തുള്ള നവീകരണ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഹ്യൂഗ്സ് ഈസ് ബെസ്റ്റ് നോൺ ആസ് എ ലീഡർ ഓഫ് ദ ഹാലം റിനൈസൻസ്. അദ്ദേഹം ഹാലം റിനൈസൻസിൻ്റെ നേതാവായും അറിയപ്പെടുന്നു. മൊണ്ടാഷ് ഓഫ് എ ഡ്രീം ഡിഫേർഡ്, ദ നീഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ്, ലെറ്റ് അമേരിക്ക ബി അമേരിക്ക എഗെയിൻ, എറ്റ്സെട്ര ആർ സം ഓഫ് ഹീസ് നോൺ വർക്ക്സ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഇനി കവിതയിലേക്ക് പ്രവേശിക്കാം. വെൽ സൺ ഐ വിൽ ടെൽ യു, ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ, ഇറ്റ്സ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ് ആൻഡ് സ്പ്ലിൻഡേഴ്സ് ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്. വെൽ സൺ ഐ വിൽ ടെൽ യു, ശരി മകനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ, എനിക്ക് ജീവിതം സ്ഫടിക കോണിയായിരുന്നില്ല, വളരെ മനോഹരമായിരുന്നില്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം സൗഭാഗ്യങ്ങൾ നിറഞ്ഞതും സന്തോഷങ്ങൾ നിറഞ്ഞതുമായിരുന്നില്ല. എയിൻറ്റ് മീൻസ് ആം നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട്, ഇതൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുക ഇവിടെ ഹാസ് നോട്ട്. ഇറ്റ്സ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്, ഇറ്റ് ഹാസ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ് എന്നാണ്. അതിൽ ആണികളുണ്ടായിരുന്നു. ആൻഡ് സ്പ്ലിൻഡേഴ്സ്, കുപ്പിച്ചില്ലുകളും. ഇവിടെ ജീവിതത്തെ മദർ ഒരു കോണിയുമായി ഉപമിക്കുകയാണ്. ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കോണിപ്പടികൾ കയറിപ്പോകുന്നത് പോലെയാണ് ജീവിതം. ഓരോ സ്റ്റെപ്പ് കയറി കയറി മുന്നോട്ട് പോകുമല്ലോ കോണി കയറുമ്പോൾ. അതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മദറിൻ്റെ ജീവിതം അതിൽ കുപ്പിച്ചില്ലുകളും ആണികളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു അവളുടെ ജീവിതം. ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്, കീറിയ പലകകളും. ആ കോണിയുടെ പലകകൾ പൊട്ടിപ്പൊളിഞ്ഞതും കീറിയതും ഒക്കെയായിരുന്നു. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ ബെയർ, ബട്ട് ഓൾ ദ ടൈം ഐസ് ബീൻ എ ക്ലൈംബിങ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് ആൻഡ് ടേണിങ് കോർണേഴ്സ് ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക് where there ain't been no light. So boy, don't you turn back, don't you sit down on the steps, 'cause you finds it's kinder hard. Don't you fall now, for I still going honey, I still climbing, and life for me ain't been no crystal stair. And places with no carpet on the floor, നിലത്ത് കാർപ്പറ്റില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിലത്ത് ചവിട്ടണമെങ്കിൽ കാർപ്പറ്റ് വേണം, അല്ലെങ്കിൽ ആകെ തണുത്ത് വിറക്കും. ആ സമയത്തൊന്നും കാർപ്പറ്റില്ലായിരുന്നു നിലത്ത്. ബെയർ, നഗ്നമായതായിരുന്നു, ഒന്നുമില്ലാത്ത നിലമായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അവളുടെ ജീവിതം എന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്.
നീ ഒരിക്കലും വിചാരിക്കരുത് ജീവിതം സുന്ദരമാണ്, വളരെ മനോഹരമാണ്, വളരെ എളുപ്പമുള്ളതാണ് മുന്നോട്ട് പോവാൻ എന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ ജീവിതം വളരെ പ്രയാസമുള്ളതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കുപ്പിച്ചില്ലുകളും ആണികളും അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോവാനുള്ള കോണിപ്പടികൾ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെയായിരുന്നു. ബട്ട് ഓൾ ദ ടൈം, പക്ഷേ എല്ലാ സമയവും ഐസ് ബീൻ എ ക്ലൈംബിങ് ഓൺ. ഐസ് മീൻസ് ഐ ഹാവ് എന്നാണ്. ആ അമ്മ ഒരു വിദ്യാഭ്യാസമില്ലാത്ത അമ്മയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ലാംഗ്വേജിലൊക്കെ ചില തെറ്റുകളൊക്കെ വരുന്നുണ്ട്. ക്ലൈംബിങ്, അവിടെ ഒരു ജി ഇല്ല. അപ്പോൾ ഐ ഹാവ് ബീൻ ക്ലൈംബിങ് ഓൺ എന്നാണ്. ഞാൻ കയറിക്കൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ കയറിക്കൊണ്ടേയിരുന്നു. ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് ആൻഡ് ടേണിങ് കോർണേഴ്സ്. ലാൻഡിങ്സ്, ടേണിങ് കോർണേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കോണി കയറിയിട്ട് കുറച്ചെണ്ണെത്തിയ നിരന്ന സ്ഥലം ഉണ്ടാവും, എന്നിട്ട് വീണ്ടും കോണി പടികൾ കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് ലാൻഡിങ്, ടേണിങ് കോർണർ എന്നൊക്കെ പറയുന്നത്. ഞാൻ കോണി കയറി ലാൻഡിങ്ങിലും ടേണിങ് കോർണറിലുമൊക്കെ എത്തും. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്. ഇവിടൊക്കെ കാണാം ജി പോയിട്ടുണ്ട്. ഗോയിങ്, ടേണിങ്, റീച്ചിങ്, കണ്ടില്ലേ, ലാൻഡിങ്. ഇതൊക്കെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത അമ്മ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കവിതയിൽ. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക് വോ ദർ എയിൻ ബി നോ ലൈറ്റ്. വെളിച്ചമില്ലാത്ത ഇരുട്ടിലൂടെ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഇരുളടഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, കാലങ്ങളുണ്ടായിട്ടുണ്ട്. സോ ബോയ്, അതുകൊണ്ട് കുട്ടി, ഡോൺ യു ടേൺ ബാക്ക്, നീ പിന്തിരിയരുത്. ഡോൺ യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, നീ കോണിപ്പടികളിൽ ഇരിക്കരുത്. സെറ്റ് ഡൗൺ മീൻസ് സിറ്റ് ഡൗൺ. കോസ് യു ഫൈൻസ് ഇറ്റ്സ് കൈൻഡർ ഹാർഡ്. കാരണം നീ കണ്ടെത്തും അത് ഒരു തരം കഠിനമായ പ്രവൃത്തിയാണ് എന്ന്. ഡോൺ യു ഫോൾ നൗ, നീ ഇപ്പോൾ വീഴരുത്. ഫോർ ഐ സ്റ്റിൽ ഗോയിങ് ഹണി, ഐ ഹാവ് സ്റ്റിൽ ഗോയിങ് ഹണി. ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവനെ. ഐ സ്റ്റിൽ ക്ലൈംബിങ്, ഞാൻ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ലൈഫ് ഫോർ മീ എയിൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ജീവിതം എനിക്ക് സ്ഫടികം കൊണ്ടുള്ള കോണിയായിരുന്നില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഉണ്ടാവും. നീ ആ സമയങ്ങളിലൊന്നും തളരരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് അമ്മ മകന് കൊടുക്കുന്ന ഉപദേശം.